നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ശൈലികളാണ്. ശൈലികളും അവയുടെ അർത്ഥങ്ങളും. നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിലായിക്കോട്ടെ പല സന്ദർഭങ്ങളിലായിക്കോട്ടെ ശൈലികൾ ഉപയോഗിക്കാറുണ്ട്. ചില ശൈലികൾ ആ അർത്ഥത്തിനനുസൃതമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ശൈലികൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാതെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മലയാളത്തിലെ ശൈലികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണിത്. ഒട്ടും മാർക്ക് നഷ്ടപ്പെടാതെ തന്നെ നമുക്കൊരു മാർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ശൈലികൾ നോക്കാം. കരണം മറിയുക എന്ന ശൈലിയുടെ അർത്ഥം ഒഴിഞ്ഞു മാറുക എന്നാണ്. കരണം മറിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒഴിഞ്ഞു മാറുക എന്നാണ്. കലാശം ചവിട്ടുക എന്ന് വെച്ചാൽ മംഗളം പാടുക എന്നാണ്. കലാശം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചു അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ തോന്നും. അങ്ങനെയല്ല. കലാശം ചവിട്ടുക എന്ന് വെച്ചാൽ മംഗളം പാടുക എന്നാണ് അതിനർത്ഥം. കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ സേവ പറയുക എന്നാണ്. കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ സേവ പറയുക എന്നാണ്. കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനം മറന്ന് യാചിക്കുന്നതിനെയാണ് നമ്മൾ കാല് പിടിക്കുക എന്ന് പറയുക. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണിത്. കാല് പിടിച്ച് പറയുന്നു എന്നൊക്കെ പറയില്ലേ. കാല് പിടിക്കുക എന്ന് വെച്ചാൽ അഭിമാനം മറന്ന് യാചിക്കുക എന്നാണ് അതിനർത്ഥം. കീചകൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതല്ലേ നമ്മൾ. കീചകൻ എന്ന് വെച്ചാൽ തികഞ്ഞ വിടൻ എന്നുള്ള അർത്ഥത്തിലാണ് കീചകൻ. അത് സ്ത്രീലമ്പടൻ എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള ഒരർത്ഥത്തിലാണ് കീചകൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഘടദീപം എന്ന് വെച്ചാൽ കുടത്തിലെ വിളക്കെന്നാണ്. ഘടദീപം കുടത്തിലെ വിളക്ക്. കുബേരനും കുചേലനും, അതുപോലെ നമ്മൾ പണ്ഡിതനും പാമരനും ഇങ്ങനെയൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ കുബേരനും കുചേലനും എന്നാൽ ധനികനും ദരിദ്രനും എന്നുള്ള അർത്ഥത്തിലാണ്. ധനികനും ദരിദ്രനും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കുബേരനും കുചേലനും ഇത് ഉപയോഗിക്കാറ്, ഈ ശൈലി ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ കുറുക്കനും സിംഹവും എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറുക്കൻ എന്താണ്? ഒരു കൗശലക്കാരനാണ്. സിംഹം ഒരു പരാക്രമിയുമാണ്. അപ്പം കുറുക്കനും സിംഹവും എന്നുള്ള ഇത് പറയുന്ന ശൈലിയുടെ അർത്ഥം കൗശലക്കാരനും പരാക്രമിയും എന്നുള്ള അർത്ഥത്തിലാണ്. എന്ത്? കൗശലക്കാരനും പരാക്രമിയും എന്നുള്ള അർത്ഥത്തിലാണ്. കുംഭകർണ സേവ എന്ന് വെച്ചാൽ എന്താ? കുംഭകർണൻ എന്ന് പറഞ്ഞാലേ നമുക്കറിയാം ഉറക്കത്തിൻ്റെ ആളാണെന്ന്. കുംഭകർണ സേവ എന്ന് പറഞ്ഞാൽ വലിയ ഉറക്കം എന്നാണ് അർത്ഥം. ഗതാനുഗതികത്വം എന്താണ്? ഗതാനുഗതികത്വം എന്ന് വെച്ചാൽ അനുകരണശീലം എന്നാണ്. അനുകരണശീലത്തെയാണ് നമ്മൾ ഗതാനുഗതികത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കരണം മറിയുക എന്നാൽ ഒഴിഞ്ഞു മാറുക. കലാശം ചവിട്ടുക എന്നാൽ മംഗളം പാടുക. കാക്ക പിടിക്കുക എന്ന് പറഞ്ഞാൽ സേവ പറയുക. കാല് പിടിക്കുക എന്നാലോ അഭിമാനം മറന്ന് യാചിക്കുന്നതിനെയാണ് കാല് പിടിക്കുക എന്ന് പറയുന്നത്. കീചകൻ എന്നാൽ തികഞ്ഞ വിടൻ എന്നാണ് അർത്ഥം. ഘടദീപം എന്ന് പറഞ്ഞാൽ കുടത്തിലെ വിളക്ക്. കുബേരനും കുചേലനും എന്നാൽ ധനികനും ദരിദ്രനും എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ കുറുക്കനും സിംഹവും എന്നാൽ കൗശലക്കാരനും പരാക്രമിയും എന്നാണ്. കുംഭകർണ സേവ എന്ന് പറഞ്ഞാൽ വലിയ ഉറക്കം എന്നാണ്. ഗതാനുഗതികത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുകരണശീലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചിറ്റമ്മ നയം എന്ന് പറയില്ലേ. ചിറ്റമ്മ എന്ന് പറയുമ്പോൾ രണ്ടാനമ്മ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ചിറ്റയല്ല, ചിറ്റമ്മ. ചിറ്റമ്മ നയം എന്ന് വെച്ചാൽ സ്നേഹം കുറഞ്ഞ നയത്തിനെയാണ് പൊതുവെ പണ്ട് മുതലേ ചിറ്റമ്മ നയം എന്ന് പറയാറ്. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പറ്റിക്കുക എന്നാണ്. തല മറന്ന് എണ്ണ തേക്കുക എന്നുള്ള ശൈലിയുടെ അർത്ഥം അവസ്ഥ അറിയാതെ പെരുമാറുന്നതിനെയാണ് തല മറന്ന് എണ്ണ തേക്കുക എന്ന് പറയാറ്. അതുപോലെ ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുന്നതിനെയാണ് ദീപാളി കുളിക്കുക എന്ന് പറയുന്നത്. മർക്കടമുഷ്ടി എന്നാലോ? മർക്കടമുഷ്ടി എന്ന് വെച്ചാൽ വാശി പിടിക്കുന്നതിനെയാണ് നമ്മൾ മർക്കടമുഷ്ടി എന്ന് പറയുന്നത്. പുത്തരിയിൽ കല്ലെന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അമംഗളമാണ്, അശുഭമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പുത്തരിയിൽ കല്ലെന്നുള്ള ശൈലി ഉപയോഗിക്കുന്നത്. പുലിവാല് പിടിക്കുക, അത് തന്നെത്താൻ കുഴപ്പത്തി ചാടുന്നതിനെയാണ് പുലിവാല് പിടിക്കുക എന്ന് പറയുന്നത്. രസച്ചരട് പൊട്ടുക എന്നുള്ളതിനോ? രസച്ചരട് പൊട്ടുക എന്ന് വെച്ചാൽ ഇടയ്ക്ക് നീരസം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ രസച്ചരട് പൊട്ടുക എന്ന് പറയുന്നത്. അതുപോലെ പൊടിയിട്ട് വിളക്കുക എന്ന് പറഞ്ഞാൽ കൃത്രിമ ശോഭ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പൊടിയിട്ട് വിളക്കുക എന്ന് പറയുക.
അപ്പോൾ എന്തൊക്കെയാണ്? ചിറ്റമ്മ നയം എന്നാൽ സ്നേഹം കുറഞ്ഞ സമീപനം അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞ നയത്തെ സൂചിപ്പിക്കുന്നു. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ പറ്റിക്കുക. തലമറന്ന് എണ്ണ തേക്കുക എന്ന് വെച്ചാൽ അവസ്ഥ അറിയാതെ പെരുമാറുക എന്നാണ്. ദീപാവളി കുളിക്കുക എന്ന് വെച്ചാൽ ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക. മർക്കട മുഷ്ടിയുടെ അർത്ഥം വാശി പിടിക്കുക എന്നും. പുത്തരിയിൽ കല്ലെന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ അമംഗളം എന്നുള്ള അർത്ഥത്തിലാണ്. പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുന്നു. രസച്ചരട് പൊട്ടുക, അത് ഇടയ്ക്കിടയ്ക്ക് നീരസം ഉണ്ടാവുന്നു എന്നുള്ള അർത്ഥമാണ്. പൊടിയിട്ട് വിളക്കുക എന്ന് വെച്ചാൽ കൃത്രിമ ശോഭ ഉണ്ടാക്കുക എന്നാണ് അതിനർത്ഥം. വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു വ്യർത്ഥമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ്. വ്യർത്ഥമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ് വെള്ളത്തിൽ എഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുക എന്ന് വെച്ചാൽ സ്വപക്ഷത്തിന് ദോഷം വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നതിനെയാണ്. സ്വന്തം പക്ഷത്തുള്ള ആൾക്കാർക്ക് തന്നെ ദോഷം വരുത്തുന്ന പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കുക, ചുരുക്കി പറയുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. സുഗ്രീവ ആജ്ഞാന്നോ? സുഗ്രീവാജ്ഞ എന്ന് വെച്ചാൽ ദാക്ഷിണ്യമില്ലാത്ത ആജ്ഞയാണ് സുഗ്രീവാജ്ഞ എന്ന് പറയുന്നത്. കിണറ്റിൽ കല്ലിടുക, ആരും അറിയാതിരിക്കുക എന്നുള്ളതിന് നമ്മൾ കിണറ്റിൽ കല്ലിടുക എന്നാണ് പറയുക. കീശയിൽ കൈയിട്ട് നടക്കുക എന്നുള്ളത് തൊഴിലില്ലാതെ അലയുക എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ കീശയിൽ കൈയിട്ട് നടക്കുക എന്ന് പറയുന്നത്. മേനി പറയുക എന്നാലോ? മേനി പറയുക എന്നാൽ വലിപ്പം പറയുക എന്നാണ് അതിനർത്ഥം. കുടത്തിലെ വിളക്ക് എന്ന് വെച്ചാൽ പുറത്തറിയാത്ത യോഗ്യതയാണ് കുടത്തിലെ വിളക്ക് എന്ന് പറയുന്നത്. കൈച്ചാർത്ത് ശൈലിയുടെ അർത്ഥം സ്വന്തം കൈപ്പിടിയിലുള്ള എഴുത്തിനെയാണ് കൈച്ചാർത്തെന്ന് പറയുക. ചക്രം ചവിട്ടുക എന്നോ? ബുദ്ധിമുട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് ചക്രം ചവിട്ടുക എന്ന ശൈലി ഉപയോഗിക്കുന്നത്. അപ്പം വെള്ളത്തിൽ എഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യർത്ഥമായ പ്രവൃത്തിയാണ്. വ്യർത്ഥമായ പ്രവൃത്തിയാണ് വെള്ളത്തിൽ എഴുതുക. വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ളത് സ്വപക്ഷത്തിന് ദോഷം വരുത്തുക എന്നാണ് അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കുക. സുഗ്രീവാജ്ഞ എന്താണ്? ദാക്ഷിണ്യമില്ലാത്ത ആജ്ഞയാണ് സുഗ്രീവാജ്ഞ. കിണറ്റിൽ കല്ലിടുക എന്നുള്ളത് ആരും അറിയാതിരിക്കുക എന്നാണ്. കീശയിൽ കൈയിട്ട് നടക്കുക എന്താണ്? തൊഴിലില്ലാതെ അലയുക എന്നുള്ള അർത്ഥത്തിലാണ് കീശയിൽ കൈയിട്ട് നടക്കുക എന്ന് ഉപയോഗിക്കുന്നത്. മേനി പറയുക, അതിൻ്റെ അർത്ഥം എന്താ? വലിപ്പം പറയുക എന്നാണ്. കുടത്തിലെ വിളക്ക്, അത് പുറത്തറിയാത്ത യോഗ്യത. കൈച്ചാർത്ത് എന്നാൽ സ്വന്തം കൈപ്പിടിയിലുള്ള എഴുത്തിനെയാണ് കൈച്ചാർത്തെന്ന് പറയുന്നത്. ചക്രം ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ബുദ്ധിമുട്ടുക എന്നാണ്. ചരട് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നയിക്കുക. കിണറ്റിലെ തവളയോ? അത് ലോകസ്ഥിതി അറിയാത്തവനെയാണ് കിണറ്റിലെ തവള എന്ന് പറയുക. നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്, പൊട്ടക്കിണറ്റിലെ തവളയാകാതെ നീ എന്നൊക്കെ പറയാറില്ലേ. കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ ആ തവളയ്ക്ക് കിണറിനപ്പുറത്തൊരു ലോകമില്ല. അപ്പം ലോകസ്ഥിതി അറിയാത്തവൻ, പുറം ലോകത്തെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളെയാണ് നമ്മളെന്താ പൊതുവെ കിണറ്റിലെ തവള എന്നൊക്കെ പറഞ്ഞ് ശൈലി ഉപയോഗിക്കാറ്. നടക്കല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ ഉട്ടോപ്യ, അത് പ്രായോഗികമല്ലാത്ത കാര്യത്തിനെയാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുമ്പളങ്ങ ഭസ്മം എന്ന് പറയുന്നതും എന്താണ്? പ്രായോഗികമല്ലാത്ത കാര്യത്തെയാണ് കുമ്പളങ്ങ ഭസ്മം എന്നും പറയുന്നത്. താളി പിഴിയുക എന്നുള്ള ശൈലിയുടെ അർത്ഥം ദാസ്യപ്രവൃത്തി എന്നാണ്. കാക്കക്കണ്ണിടുക എന്ന് പറഞ്ഞാൽ ഗൂഢമായിട്ട് നോക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഏണി വലിക്കുക, അത് ചതിക്കുക എന്നാണ് അതിനർത്ഥം. അതുപോലെ ചക്രം ചവിട്ടുക എന്നുള്ളതിന് വിഷമിക്കുക എന്നാണ്. പടയിലെ കുട എന്ന് വെച്ചാൽ നിസ്സാര കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ചരട് പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം നയിക്കുക. കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം ലോകസ്ഥിതി അറിയാത്തവനെന്നാണ്. നടക്കല്ല് പറിക്കുക എന്നാൽ ദരിദ്രനാക്കുക എന്നുള്ളതും. ഉട്ടോപ്യ എന്നാൽ പ്രായോഗികമല്ലാത്ത കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ കുമ്പളങ്ങാ ഭസ്മവും പ്രായോഗികമല്ലാത്ത കാര്യത്തെ സൂചിപ്പിക്കുന്നു. താളി പിഴിയുക എന്നുള്ളത് ദാസ്യപ്രവൃത്തിയാണ്. അതുപോലെ കാക്കക്കണ്ണിടുക, ഗൂഢമായിട്ട് നോക്കുക. ഏണി വലിക്കുക എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പടയിലെ കുട എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാരമായ കാര്യത്തിനെയാണ് പടയിലെ കുട എന്ന് പറയുന്നത്. പടം കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് പറഞ്ഞ് ചതിക്കുക എന്നാണ് അതിനർത്ഥം, പടം കാട്ടുക എന്നുള്ളത്. അതുപോലെ 10ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടുകേഴ്വി ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് 10ാം വകുപ്പ് എന്ന് പറയുന്ന ശൈലി ഉപയോഗിക്കുന്നത്.
പടം കാട്ടുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു ചതിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ശൈലികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ശൈലികളെ ഒന്നുകൂടി ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കേട്ട് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും വേഗം തന്നെ ഉത്തരം എഴുതാനും സാധിക്കുന്നതാണ്. അത്രത്തോളം എളുപ്പത്തിലുള്ള ശൈലികളാണിത്. അപ്പോൾ ഇതൊന്ന് വീണ്ടും വീണ്ടും കേൾക്കുക, കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക.